ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. അഞ്ജു മിസ്സാണ്. മക്കളെ, പഠനമൊക്കെ ഏതുവരെയായി? എന്ത് പഠനം മിസ്സേ? ഞങ്ങളിപ്പം കലാമേളയുടെയും ശാസ്ത്രമേളയുടെയും സ്പോർട്സിൻ്റെ ഒക്കെ തിരക്കിലാണ്. പഠിക്കാനൊന്നും നേരമില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കിക്കോ, ഇന്നിപ്പോൾ ഒക്ടോബർ 9 ഒക്ടോബർ 9 മുതൽ നവംബർ 9 വരെ കൂട്ടുകയാണെങ്കിൽ ഒരു മാസം സമയം. അത് കഴിഞ്ഞ് നവംബർ 9 മുതൽ ഡിസംബർ 9 വരെ നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു മാസം കൂടെ സമയം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആകെ 2 മാസമേ ഉള്ളൂ. എന്തിന്? നിങ്ങൾക്ക് ഡിസംബർ 11 ക്രിസ്മസ് എക്സാം തുടങ്ങാനായിട്ട് പോവുക. ഈ ക്രിസ്മസ് എക്സാമിന് 2 മാസം മാത്രമേ സമയമുള്ളൂ. അപ്പോൾ ഈ 2 മാസം കുറേ സമയം ഉണ്ടെന്ന് കരുതിയിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഈ സമയമൊക്കെ കഴിയും. എക്സാം 11 നിങ്ങൾ എഴുതാൻ പോകേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും പഠിക്കാണ്ട് കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് പോയ പോലെ പോയാൽ ശരിയാവോ? എക്സാമിൻ്റെ പാറ്റേണിൻ്റെ കാര്യമൊക്കെ പിടികിട്ടിയിട്ടില്ലേ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന രീതികളിലൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് നിങ്ങൾക്ക് ഓണം എക്സാം ആയപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ മക്കൾ ഇതുവരെ സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഇന്ന് തൊട്ടെങ്കിലും സീരിയസ് ആയിട്ട് പഠിക്കണം. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് അതിന് സപ്പോർട്ടിനായിട്ട് നമ്മളുണ്ട്, നിങ്ങളെ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൂടാതെ നമ്മളെ ഭാഗത്തു നിന്നായിട്ട് നിങ്ങൾക്ക് യുവ ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. ഈ ബാച്ചിൽ ഇപ്പം നമുക്ക് ബേസിക് സയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബേസിക് സയൻസിൽ മിസ് ഇപ്പം കഴിഞ്ഞ ദിവസമായിട്ട് അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2 പാർട്ടുകൾ കഴിഞ്ഞു. അപ്പോൾ മക്കളെ, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാർട്ടായിട്ടാണ് പഠിക്കുന്നത്. നേരെ മറിച്ച് ഇത് യൂട്യൂബിലേക്ക് വരുമ്പോഴെങ്ങനെയാണ്? യൂട്യൂബിൽ നമ്മൾ 1 മണിക്കൂറിൽ ആ ഒരു ചാപ്റ്റർ മൊത്തം ഡിസ്കസ് ചെയ്യാണ്, അല്ലേ? നേരെ മറിച്ച് ബാച്ചിൽ നോക്കുകയാണെങ്കിലോ ഓരോ മണിക്കൂർ എടുത്ത് ഓരോ പാർട്ടുകളായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബേസിക് സയൻസിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ സബ്ജക്റ്റ് ആയാലും നമ്മൾ ടെക്സ്റ്റ് വെച്ചും മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ ഒരു ബെസ്റ്റ് ടീം തന്നെ ഇവിടെ ഉണ്ട്. ആ ടീം നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ ക്ലാസ്സുകളൊക്കെ ഉറപ്പാക്കുക. ഈ ക്ലാസ്സുകൾ മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ബാച്ചാണ് നമ്മളുടെ യുവ ബാച്ച്. അപ്പോൾ ഈ ബാച്ചിൽ എക്സാമുകൾ നടക്കുന്നുണ്ട്. എക്സാമുകൾ അറ്റൻഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാറിയ സിലബസിനനുസരിച്ച് മാറിയ പാറ്റേൺ, നമുക്ക് സിലബസ് മാറി, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയ ടീമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ കൂടെയുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആക്കുക. കാരണം ഇപ്പം എമൗണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഫീസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക, എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക, ലൈവൊക്കെ കറക്റ്റായിട്ട് ലൈവിൻ്റെ ടൈമിൽ അറ്റൻഡ് ചെയ്യുക, പെൻഡിങ് ഉള്ള ക്ലാസ്സുകളൊക്കെ സമയമെടുത്ത് കാണുക. അതേപോലെ അതിനകത്തുള്ള എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. ഒരുപാട് ചാപ്റ്റർ വൈസുള്ള വർക്ക്ഷീറ്റുകളുണ്ട്. അത് അത്രയും യൂസ്ഫുൾ ആണെന്നുള്ള മക്കൾ ഒരുപാട് പേര് നമുക്ക് ഓഡിയോസൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അവർ ഓഡിയോ മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്, യൂസ്ഫുൾ ആണ് വർക്ക്ഷീറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മക്കളെ, ഇതുവരെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. നല്ല രീതിയിൽ നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കണം, നല്ല പോലെ സ്കോർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാകുന്ന ആ ഒരു മെഗാ മാരത്തോൺ ആയാലും മോർണിംഗ് ബൂസ്റ്ററൊക്കെ ആയാലും അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുള്ളൂ. കാരണം അതൊക്കെ നിങ്ങൾക്കുള്ള റിവിഷനാണ്. ആ റിവിഷൻ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതണമെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പം പഠിച്ചു തുടങ്ങാത്തവരോടാണ് പെട്ടെന്ന് തന്നെ പഠിച്ചോളുക. ബാച്ചിലെ നമ്പർ ഇതാ കാണുന്നതാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഓക്കെ.